നമസ്കാരം. എല്ലാ വർഷങ്ങളിലും ക്രിസ്തുമസ്, പുതുവത്സരം, മധ്യവേനലവധി, മറ്റ് ആഘോഷ സമയങ്ങളിൽ വിമാനം, ട്രെയിൻ, ബസ് നിരക്കുകൾ അവസരം മുതലെടുത്ത് ജനങ്ങളിൽ നിന്നും പിഴിയുക എന്ന പതിവ് രീതിക്ക് ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. ഉത്സവ സീസണുകളിലെ കൊള്ളയടി അതിഗംഭീരമായി തന്നെ തുടരുകയാണ്. ക്രിസ്തുമസ്, പുതുവത്സരം കണക്കാക്കി ഗൾഫ് മലയാളികൾക്ക് ഇനി നാട്ടിലെത്തുവാൻ വിയർക്കേണ്ടി വരും. കുടുംബസമേതം ഗൾഫ് മലയാളികൾ നാട്ടിലെത്തുന്നത് മുതലെടുക്കുവാൻ വിമാന കമ്പനികൾ ഒരുങ്ങിയിട്ടുണ്ട്. ടിക്കറ്റ് നിരക്ക് 3-4 ഇരട്ടിയിലാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിരക്ക് വന്നിരിക്കുന്നത് സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലാണ്. ഈ അവസരം നോക്കി ഗ്രൂപ്പ് ടിക്കറ്റ് എന്ന പേരിൽ ട്രാവൽ ഏജൻസികൾ മുൻകൂട്ടി കൂട്ടത്തോടെ വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യും. അതോടെ നിരക്ക് വർധന കൂടുന്നതിന് മറ്റൊരു കാരണം കൂടിയായി. ഇങ്ങനെ ബുക്ക് ചെയ്ത് പൂഴ്ത്തിവെച്ച ടിക്കറ്റുകൾ സീസൺ തുടങ്ങുമ്പോൾ ട്രാവൽ ഏജൻസികൾ പല മടങ്ങ് ലാഭമെടുത്ത് വിൽക്കുകയും ചെയ്യും. താങ്ങാനാവാത്ത ടിക്കറ്റ് നിരക്കായതോടെ പല സാധാരണ പ്രവാസികളും കുടുംബങ്ങളും സീസണിലെ യാത്ര ഉപേക്ഷിക്കുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. ഇന്ത്യ UAE സെക്ടർ നോക്കിയാൽ ആഴ്ചയിൽ 65,000 സീറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ സീസൺ ആകുമ്പോൾ ഈ സെക്ടറിൽ 100,000-ഓളം യാത്രക്കാരുണ്ടാകും. ഈ അവസ്ഥ വരുമ്പോൾ കൂടുതൽ സർവീസുകൾ നടത്തുകയോ സീറ്റ് കപ്പാസിറ്റി കൂടിയ വലിയ വിമാനങ്ങൾ ഉപയോഗിക്കുകയോ വേണം. ഇങ്ങനെ പുതിയ സർവീസ് അനുവദിക്കണമെങ്കിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി കരാർ പ്രകാരമുള്ള നടപടികൾ പാലിച്ചു മാത്രമേ ഇത് നടത്തുവാനാകുകയുള്ളൂ. സീസൺ സമയത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റ് അനുവദിക്കണം എന്ന കേരള സർക്കാരിന്റെ ആവശ്യത്തിന് വ്യോമയാന മന്ത്രാലയം ഇതുവരെ അനുമതിയും നൽകിയിട്ടില്ല. കൂടാതെ ട്രാവൽ ഏജൻസികളുടെ സീസൺ സമയത്തുള്ള ഗ്രൂപ്പ് ബുക്കിംഗ് നിയന്ത്രിക്കുവാനുള്ള നടപടികളും ഇതുവരെ നടത്തിയിട്ടില്ല. ഇനി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന നിരക്ക് സീസണിൽ നോക്കിയാൽ ദുബായ് കോഴിക്കോട് 22,000 മുതൽ 24,500 വരെയാണ്. ഷാർജ കോഴിക്കോട് 22,000 മുതൽ 24,500, ജിദ്ദ കോഴിക്കോട് 37,500 മുതൽ 40,500, ദോഹ കൊച്ചി 34,500 മുതൽ 40,500, അബുദാബി കൊച്ചി 29,500 മുതൽ 31,500, അബുദാബി തിരുവനന്തപുരം 30,000 മുതൽ 32,000, ദുബായ് കണ്ണൂർ 24,000 മുതൽ 25,500 എന്നിങ്ങനെയാണ് നിരക്കുകൾ. ഇനി വേറൊരു കുരുക്ക് കൂടി വന്നിട്ടുണ്ട്. വിമാന ഇന്ധന നിരക്ക് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചു എന്നതാണ് ആ വാർത്ത. ഇതോടെ യാത്രാ നിരക്കും ഉയരും എന്ന കാര്യം ഉറപ്പായി. ഇപ്പോൾ ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ വില കിലോ ലിറ്ററിന് 1,318.12 രൂപയാണ് കൂട്ടിയത്. ഒരു മാസത്തിനുള്ളിൽ ഇന്ധനവില 2,941.5 രൂപയാണ് മൊത്തത്തിൽ ഉയർത്തിയത്. ഒരു വിമാന കമ്പനിക്ക് അവരുടെ മൊത്തം നടത്തിപ്പ് ചിലവിലെ പ്രധാന ഭാഗങ്ങളാണ് ജീവനക്കാരുടെ ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ. അത് കഴിഞ്ഞാൽ ഇന്ധനത്തിന്റെ ചിലവ്. മൊത്തം ചിലവിന്റെ 40% ഇന്ധനം കൊണ്ടുപോകും. ഈ വർഷം ജനുവരിയിൽ വിമാന ഇന്ധനം കിലോ ലിറ്ററിന് 1,00,000 കടന്നിരുന്നു. പിന്നീട് ജൂണിൽ 6,673 രൂപ കുറഞ്ഞെങ്കിലും പിന്നീട് പടിപടിയായി കൂടി തുടങ്ങി. ഇതൊക്കെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഇന്ത്യയിൽ തന്നെ ട്രെയിനിന്റെ കാര്യം നോക്കാം. ക്രിസ്മസ് ആയതോടെ ട്രെയിനിലെ റിസർവ് ടിക്കറ്റുകളെല്ലാം തീർന്നു. കേരളത്തിലെത്താൻ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് മലയാളികൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇതോടെ നാട്ടിലെത്തുവാൻ പല വഴികൾ തേടുകയാണ് മലയാളികൾ. ഈ സമയത്ത് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന് മലയാളികൾ ആവശ്യപ്പെടുമെങ്കിലും അത് നടന്നാൽ നടന്നു എന്ന് മാത്രം പറയാം. യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ്, ബംഗളൂരു എറണാകുളം എക്സ്പ്രസ്, ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ് എന്നീ പ്രധാന ട്രെയിനുകളിലെല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ് 10,000-ന് മുകളിലാണ്. ആഴ്ചയിലെ സർവീസുകളായ വെരാവൽ തിരുവനന്തപുരം എക്സ്പ്രസ്, ചെന്നൈ മംഗളൂരു മെയിൽ, വെസ്റ്റ് കോസ്റ്റ് എന്നിവയിലും ഇതേ സ്ഥിതിയൊക്കെ തന്നെയാണ്. പ്രത്യേക ഉത്സവ വണ്ടികൾ അനുവദിക്കണമെന്ന് പതിവ് പോലെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ജനപ്രതിനിധികൾ കത്തയക്കുന്നുണ്ട്. വേറൊന്ന്, ട്രെയിനുകളിൽ മുൻകൂട്ടി റിസർവേഷൻ ടിക്കറ്റ് എടുക്കുവാനുള്ള സമയപരിധി 4 മാസത്തിൽ നിന്ന് 60 ദിവസമായി കുറച്ചതാണ്. അത് മറ്റൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 13,800 മുതൽ 16,000 വരെ ആയി. ഒരു ആശ്വാസ വാർത്തയായി പറയാനുള്ള കാര്യം, ഈ സമയത്ത് KSRTC ബംഗളൂരു, ചെന്നൈ, നാഗർകോവിൽ എന്നിവിടങ്ങളിലേക്ക് അധിക സർവീസുകൾ നടത്തുമെന്ന് പറഞ്ഞതാണ്. സ്വകാര്യ ബസ്സുകളും സർവീസ് ചാർജ് കൂട്ടിയിരിക്കുകയാണ്. ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള സ്വകാര്യ ബസ് ടിക്കറ്റ് 1,000 മുതൽ 2,000 വരെ വർദ്ധിപ്പിച്ചു. അങ്ങനെ ക്രിസ്മസ്, പുതുവത്സര നാളുകളിൽ കുടുംബത്തോടൊപ്പം കഴിയാമെന്ന മലയാളികളുടെ ആഗ്രഹത്തിന് മേൽ കരിനിഴൽ വീണിരിക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു ആശ്വാസ നടപടികൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.